നമ്മുടെ തിരുവനന്തപുരത്തെ പുതിയ മേയർ പുള്ളി മറ്റേ ഹെവി വെഹിക്കിൾ ലൈസൻസ് ഒക്കെ എടുക്കാൻ പോയെന്നൊക്കെ കേൾക്കുന്നു. കാരണം പുള്ളി പുതിയ മേയറായിട്ട് പരിഷ്കരണങ്ങളൊക്കെ ആദ്യം തന്നെ നമ്മുടെ പഴയ മേയർക്കെതിരെയുള്ള പരാതികളൊക്കെ അങ്ങോട്ട് അന്വേഷിക്കാനൊക്കെ ഇറങ്ങി. ഇതേ ഇപ്പം ബസ് ഓടിക്കാനുള്ള തയ്യാറെടുപ്പിലോട്ടൊക്കെ പോകുന്നു. എന്തായിരിക്കും വി രാജേഷ് ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ? ഇതില് വി രാജേഷ് എന്ന് മാത്രമല്ല, ഇപ്പൊ ഈ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കൂടെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളി ബി ജെ പിയിൽ പ്രവർത്തിച്ച ആള് തന്നെയാണ്. പക്ഷെ ബി ജെ പിയില് മത്സരിച്ച് അധികാരം കൈ കിട്ടി കഴിയുമ്പോഴത്തേക്കും പലരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊക്കെ വരും. അതാണ് നമ്മളീ കാണുന്നത്. അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കൂടെ പിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അതിനെ അനർത്ഥമാക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് വി രാജേഷ് അപക്വമായ തീരുമാനങ്ങൾ എടുക്കുന്നത്? ഇത് ഒന്നാമത്തെ സംഭവമല്ല തിരുവനന്തപുരത്ത് കാണുന്നത്. തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയാണെന്നാണ് പുള്ളിയുടെ വിചാരം. തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണെന്നും ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് താൻ എന്നും വിചാരിക്കുന്ന ഒരാളാണ് ഈ വി രാജേഷ്. ബാക്കിയുള്ളവരൊക്കെ മന്ത്രിമാരാണ്. അപ്പൊ മന്ത്രി ആയി കഴിയുമ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം മന്ത്രിമാരാണ് എന്നൊരു ധാരണ ശ്രീലേഖയ്ക്കുണ്ട്. ഒരു ജനാധിപതി ശരിക്കും പറഞ്ഞാൽ IPS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ഈ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ഗ്രാഹ്യമായി പഠിച്ചവരൊക്കെയാണ് ശരിക്കും. ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയും ഒക്കെ നല്ല അറിവാഴത്തിലുള്ളവരാണ് അവരെല്ലാവരും. പക്ഷെ ഇവരൊക്കെ എന്തുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാതെ പോകുന്നത് മാത്രം മനസ്സിലാവുന്നില്ല. അവിടെ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ VK പ്രശാന്തിന് അവിടെ ഒരു ശാസ്ത്രമംഗലത്ത് അവിടെ ഒരു ഓഫീസുണ്ട് പുള്ളിക്ക്, VK പ്രശാന്തിന്റെ. ആ ഓഫീസ് നഗരസഭയുടെ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഉടനെ ഈ കൗൺസിലർ, അതായത് കൗൺസിലർ എന്ന് പറയുന്നത് MLA കാട്ടി വലുതാ. നഗരസഭാ കൗൺസിലർ എന്ന് പറയുന്നത് MLA കാട്ടി വലുതാ. കാര്യം തന്നെയല്ല, ഒരു IPS ഈ പറയുന്ന ഇതിന്റെ വലിയ പൊസിഷനിലൊക്കെ ഇരുന്ന ഒരാളാണ്. അപ്പൊ അവര് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ അവരുടെ ഓഫീസ് എപ്പോഴും വലിയ ഓഫീസായിരിക്കണം. അവിടെ വാടക കെട്ടിടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കുടിയൊഴിപ്പിക്കണം. MLA എന്നൊക്കെ പറയുന്ന ചീള് കേസുകൾ, പഞ്ചായത്ത് മെമ്പറിന്റെ വിലയല്ലേ ഉള്ളൂ പിന്നെ ഈ പറയുന്ന MLAക്ക്. ആ MLAക്ക് അത്രയും വലിയ ഓഫീസിന്റെ ആവശ്യമൊന്നുമില്ല. അടിച്ചിറക്കി വിടാൻ വേണ്ടിയിട്ടൊക്കെ ആദ്യം ചാടി കയറി പ്രസ്താവനയൊക്കെ ഇറങ്ങി അതങ്ങ് തേഞ്ഞൊട്ടി. എന്നിട്ട് അപ്പോൾ ഉടനെ കുറെ സംഖ്യകളെല്ലാം കൂടെ ചേർന്നിട്ട് വലിയ പ്രചരണം നടത്തി. 25,000 രൂപ എങ്ങാണ്ട് വാടക ഇനത്തിൽ മേടിക്കുന്നു. അപ്പോൾ ആ 25,000 രൂപ വാടക ഇനത്തിൽ മേടിക്കുന്നു. അതിൽ 870 രൂപ എങ്ങാണ്ടാണ് നഗരസഭയ്ക്ക് വാടക കൊടുക്കുന്നത്. ബാക്കിയുള്ള പൈസ മുഴുവൻ വെട്ടിച്ചേണ്ട് 14 ലക്ഷത്തിന്റെ കണക്കൊക്കെ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് കുറെ സംഘപ്രവർത്തകർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ VK പ്രശാന്ത് ഇങ്ങനെ വെട്ടിച്ച് അത്രയും കാശുണ്ടാക്കിയെന്ന്. 14 ലക്ഷം രൂപ വെട്ടിച്ചയാൾ പുതിയ കാറൊക്കെ വാങ്ങിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് സംഘപരിവാറുകാർ പുതിയ തന്ത്രവുമായിട്ട് ഇറങ്ങി. അതങ്ങ് തേഞ്ഞൊട്ടി ഒരു വഴിക്കായി. അവർ ഏറ്റവും അവസാനം അവരൊരു കുടിസ് മുറിയെടുത്തു. ഒരു കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊന്നും അല്ല. അവരെ കാണാൻ വരുന്നവർക്ക് ഇരിക്കാൻ സ്ഥലം വേണം. അവരെ കാണാൻ നിരവധി ആൾക്കാർ വരുന്നു. ഒരു വാർഡ് കൗൺസിലർ എത്ര വലിയ പരിപാടിയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓരോ വാർഡ് കൗൺസിലർമാരുടെ ഓഫീസിൽ പോയാൽ കാണാൻ കഴിയും. അവർ ഉച്ച കഴിഞ്ഞ് വന്നിരുന്ന് മയങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ഈ വാർഡ് കൗൺസിലറുടെ ഓഫീസ്. അത്രയൊക്കെ ഉള്ളു പ്രാധാന്യം. പിന്നെ ഈ പറയുന്ന ശ്രീലേഖയൊക്കെ കണ്ടിട്ട് ആർക്കെന്ത് കാര്യം സാധിക്കാനാണ് നഗരസഭയിൽ നിന്ന്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് വി രാജേഷിന് ഒരു ഉൾവിളി ഉണ്ടാകുന്നു. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഞാൻ കുറച്ചുകൂടെ ശക്തനാണ്. അപ്പോൾ ഞാൻ തന്നെയല്ല, തിരുവനന്തപുരം നഗരത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഞാൻ. അപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് എടുക്കേണ്ട പവർ ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ബസ്സുകൾ വേണം. ബസ്സുകൾ നഗര പരിധി വിട്ട് പോകാൻ പാടില്ല. അപ്പൊ ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് അല്ല, എനിക്കിത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ നഗരത്തില് കുറച്ച് ബസ് കിടന്നു ഓടുന്നുണ്ട്, ഇലക്ട്രിക് ബസ്സുകൾ. ഇപ്പൊ ആര്യാരാജേന്ദ്രൻ ഇരിക്കുന്ന സമയത്ത് കേന്ദ്ര പദ്ധതി പ്രകാരം 0 എമിഷൻ സിറ്റിയാക്കി തിരുവനന്തപുരത്തെ മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഒരു 113 ബസ് ഇറക്കി. അപ്പൊ ബസ്സെല്ലാം വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ബസ് തിരിച്ചു വേണം, കോർപ്പറേഷന്റെ വണ്ടിയാണ് നിങ്ങളിട്ട് ഓടിക്കുന്നത്. KB ഗണേഷ് കുമാറിന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ആ ബസ് ഉടനെ തിരിച്ചു പിടിക്കും 113 ബസ്. കോർപ്പറേഷന് പുറത്തോടുകയാണ്. കാര്യം നമ്മളിപ്പം വേറൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറഞ്ഞ പോലെ ഇപ്പൊ കഴക്കൂട്ടം വരെയാണ് നഗരപരിധി. അപ്പം അപ്പുറത്തോട്ട് മാറി പോത്തങ്കോട് പോകേണ്ട ഒരാൾ ആ ബസ്സിൽ കയറിയാൽ, അല്ലെങ്കിൽ അങ്ങോട്ട് ചന്തവിള വരെ പോകേണ്ട ഒരാൾ ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ കഴക്കൂട്ടത്ത് എത്തി ബസ് നിർത്തിയിട്ട് പറയാം നിങ്ങൾ ഇനി ബാക്കി നടന്ന് ഓട്ടോയ്ക്ക് പൊക്കോണം, കാര്യം ഇവിടം വരെ ഉള്ളു ഞങ്ങളുടെ ഈ ബസ് എന്ന് പറയാൻ പറ്റൂ? ഇല്ല. പോത്തങ്കോട് എന്ന് പറയുന്ന അടുത്ത സ്റ്റേഷൻ വരെ ബസ് ഓടണം. അപ്പൊ അങ്ങനെ ഇലക്ട്രിക് ബസ്സുകൾ, സത്യം പറഞ്ഞാൽ ആ ഇലക്ട്രിക് ബസ്സുകൾ നമ്മുടെ തിരുവനന്തപുരത്തെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. ഓട്ടോക്കാർക്ക് പാരയായിരുന്നെങ്കിലും അവിടുത്തെ സ്ഥിര യാത്രക്കാർക്ക് വലിയൊരു അനുഗ്രഹം. അതിനകത്ത് അന്ന് കാർഡൊക്കെ ഇഷ്യൂ ചെയ്യും. നമ്മൾ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസം യാത്ര ചെയ്യാനുള്ള കാർഡുകളൊക്കെ ഇഷ്യൂ ചെയ്യുന്ന തരത്തിലേക്ക് പിന്നെ ആ ഒരു സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നു. വളരെ ഗംഭീരമായി നടന്നു വന്ന ഒരു സംവിധാനമാണ്. തന്നെയല്ല 10 രൂപ കൊടുത്താൽ മതിയായിരുന്നു. ആ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിർദ്ദിഷ്ട സ്ഥലത്ത് പോയി ഇറങ്ങാം. അതേസമയം ഓട്ടോക്കാർ ആ സ്ഥലത്ത് മേടിക്കുന്ന 50 രൂപയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബസ്സിൽ ധാരാളം യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതും ആ ഇലക്ട്രിക് ബസ്സിന്റെ ഒരു സവിശേഷത തന്നെയായിരുന്നു.
അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇതെല്ലാം കണ്ടപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് തോന്നി എനിക്ക് എങ്ങനെയെങ്കിലും ഈ ബസ് സ്വന്തമാക്കണം. ബസ് സ്വന്തമാക്കിക്കൊണ്ട് 113 ബസ്സില്ലേ, ഈ 113 ബസ് സ്വന്തമാക്കി നഗരത്തിനകത്ത് ഇട്ട് സർവീസ് നടത്തണം. ഈ പറയുന്ന ആള് നെടുമങ്ങാടുകാരനാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്ക് ഇത് സ്വന്തമാക്കണം. അപ്പോൾ ഗണേഷ് കുമാർ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ വിട്ടുതരാം, ബസ് വിട്ടുതരാം. അപ്പോൾ ഇത്രയും കാലം ആ ബസ്സിന്റെ പിന്നെ എല്ലാ കാര്യങ്ങളും, അതായത് അതിന്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന KSRTC ആണ്. അപ്പം അതിന്റെ മെയിൻ്റനൻസ്, അതോടൊപ്പം തന്നെ സ്വിഫ്റ്റിലെ ജീവനക്കാരാണ് അതിലെ പിന്നെ ബസ്സിലെ ജോലിക്കാരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രൈവർ ആണെങ്കിലും കണ്ടക്ടർ ആണെങ്കിലും എല്ലാവരും ഓരോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പം KSRTCയുടെ ജീവനക്കാരെ കൊണ്ടാണ് ആ ബസ് ശരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം KSRTC ജീവനക്കാര് ഇങ്ങനെ ബസ്സുകൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിന് പുറത്തേക്ക് സർവീസ് നടത്തുന്നു. അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുവരും. നഗരത്തിന് പുറത്തും ആൾക്കാർക്ക് യാത്ര ചെയ്യണ്ടേ? ഇതെന്താ ഈ പൊട്ട മനസ്സിലാക്കാത്തതെന്ന് എനിക്കറിയാത്തത്. അപ്പം ഈ പറയുന്ന മേയർ വന്നു കഴിഞ്ഞപ്പോൾ ബസ് പിടിച്ചു, ഒരു കാര്യം ചെയ്യും, രേഖാമൂലം എഴുതാം, ഞങ്ങൾക്ക് ബസ് വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പം ഇത് ഇങ്ങനെ പിന്നെ ഗണേഷ് കുമാർ പറയും എന്ന് കരുതിയില്ല. ഇപ്പൊ പുതിയൊരു തന്ത്രമായിട്ട് വരുന്നത് വെച്ചാൽ, നിങ്ങളൊരു കാര്യം ചെയ്യാം, അന്ന് കിട്ടിയതിന്റെ വരുമാനം ഞങ്ങൾക്ക് കോർപ്പറേഷന്റെ വണ്ടിയല്ലേ, അപ്പൊ കോർപ്പറേഷന്റെ വണ്ടി നിങ്ങൾ ഓടിച്ച് കാശുണ്ടാക്കുന്നതിന് പകരം ഞങ്ങളുടെ ഷെയർ ഞങ്ങൾക്ക് എന്നുള്ള രീതിയിലേക്ക് പിടി അയച്ചുകൊണ്ട് വന്നു. അങ്ങനെ പുള്ളി പണി മേടിച്ചിരിക്കുക. ഗണേഷ് കുമാർ എടുത്തുകൊണ്ട് പൊക്കോ, ഞങ്ങൾക്ക് വേണ്ട ബസ്. പിന്നെ വെറ്റൊരു കാര്യമുള്ളൂ, ഈ ബസ് KSRTCയുടെ സ്റ്റാൻഡിൽ ഇടാൻ പറ്റത്തില്ല. ഇപ്പൊ KSRTCയുടെ കയ്യിൽ നിന്ന് ആ ബസ് ബലമായി പിടിച്ചു വാങ്ങിയാൽ ഈ ബസ് എവിടെ പാർക്ക് ചെയ്യും? നഗരസഭയിൽ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യണം. അതിനുവേണ്ടി 113 ബസ്സുകൾ പാർക്ക് ചെയ്യാൻ നഗരസഭ സ്ഥലമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന നഗരസഭ പാർക്കിംഗ് ഏരിയകളുണ്ട്, അതെല്ലാം കാശ് വെച്ച് പാർക്കിംഗ് നടത്തുന്ന ഏരിയകളാണ്. അവിടെ കൊണ്ടുവന്ന് ഈ പറയുന്ന 113 ബസ് പാർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഇതെല്ലാം കൂടെ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞ പോലെ പിന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് പോകാനായിട്ട് ഉപയോഗിക്കാം. ഈ മുഖ്യമന്ത്രി തന്നെ ഒരു 10 പേരെ ഈ പറയുന്ന 113 ബസ്സിലും എല്ലാം കൂടെ ചേർത്തിട്ട് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിക്ക് ഉപയോഗിക്കാം. 226 സ്റ്റാഫുകൾ, കണ്ടക്ടർ വേണമല്ലോ, കണ്ടക്ടറും വേണം, ഡ്രൈവറും വേണം. അങ്ങനെ 226 സ്റ്റാഫുകളെ വെക്കണം. പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു ഗാരേജ് ഓപ്പൺ ചെയ്യണം. അത് പിന്നെ അതോടൊപ്പം തന്നെ ഇതിന് വേണ്ട ഈ ബാക്കിയുള്ള വണ്ടി വെറുതെ കിടന്ന് ഓടിയാൽ പോരല്ലോ, വണ്ടിക്ക് തേയ്മാനം ഉണ്ടാകുന്നുണ്ട്, വേറെ ടയർ സംഭവിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു ഡീസൽ ബസ്സിന് ടയർ ഒരു 40,000 കിലോമീറ്റർ ആകുമ്പോൾ മാറണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 10,000-15,000 കിലോമീറ്റർ കുറവായിരിക്കും ഇതിന് ടയർ ലൈഫ് കിട്ടുന്നത്, ടയറിന്റെ മൈലേജ് കുറയും. അപ്പം ടയർ ചേഞ്ച് ചെയ്യണം. അപ്പം തുടങ്ങി ഒരുപാട് ബാധ്യതകൾ ഇവരുടെ തലയിലേക്ക് വരും. അതായത് ഇനിയിപ്പം കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബസ് ഏകദേശം കാലാവധി പൂർത്തിയാക്കാൻ പോവാം, 5 വർഷത്തോളം ആകാൻ പോവാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ബാറ്ററിയുടെ വാറണ്ടി അവസാനിക്കാൻ പോവാ. അപ്പോൾ ഒരു ബസ്സിനകത്ത് ബാറ്ററി മാറുന്നതിന് ഏകദേശം 28 ലക്ഷം രൂപ ചെലവ് വരും ഒരു ബസ്സിന്. ഈ ബസ്സിന് മൊത്തത്തിൽ വില 1 കോടി രൂപയാണ്. അപ്പൊ ഇതിലെ ബാറ്ററി മാത്രം മാറുന്നതിന് 28 ലക്ഷം രൂപ വില വരും. ഈ 28 ലക്ഷം രൂപ നാളെ ഉണ്ടാക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ KSRTC ആണ് നാളെ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ കോർപ്പറേഷൻ ഇത് പൈസ എടുത്ത് കൊടുക്കത്തില്ല. വേണ്ട, ഞങ്ങളുടെ ബസ്സല്ലേ, ഞങ്ങളുടെ ബസ്സിന് ബാറ്ററി മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര പൈസ തരാം എന്നും പറയുന്നത് 113 ബസ്സിന് കൊടുക്കുവോ? എനിക്ക് തോന്നുന്നില്ല കൊടുക്കുമെന്ന്. ഏകദേശം 2 കോടിക്ക് മേലെ വരും അത്. അപ്പോൾ അത്രയും പിന്നെ 2 അല്ല 3 കോടിക്ക് മേലെ വരും ആ ബാറ്ററി മാറാൻ വേണ്ടി. അത് കൊടുക്കുവോ? വേറെ ടയർ സംഭവിക്കുന്ന സമയത്ത് അതിനുള്ള പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കോർപ്പറേഷൻ പൈസ കൊടുക്കുവോ? എന്നിട്ട് ഈ ബസ് പിന്നെ കോർപ്പറേഷനുള്ളവർക്ക് മാത്രം യാത്ര ചെയ്താൽ മതിയോ? പിന്നെ നഗരപ്രാന്തത്തിൽ കിടക്കുന്ന, നഗരത്തിന് പുറത്ത് കിടക്കുന്നവർക്കൊന്നും ബസ് യാത്ര ചെയ്യണ്ടേ? അപ്പം പിന്നെ ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ VV രാജേഷ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് പണി കിട്ടി. മുഖ്യമന്ത്രി പറഞ്ഞു അത് പറ്റത്തില്ല, ഞങ്ങൾ ആ ബസ് ഏറ്റെടുക്കുന്നില്ല എന്നായി. ഞങ്ങൾക്ക് വണ്ടി ഓടി കിട്ടുന്നതിന്റെ റവന്യൂ കിട്ടിയാൽ മതി എന്നുള്ള തരത്തിലേക്ക് മാറി. ആദ്യം എന്താ പറഞ്ഞത്? ബസ് ഞങ്ങളിങ്ങനെ പിടിച്ചെടുക്കും എന്നാ പറഞ്ഞത്. ഞങ്ങളുടെ ഈ പറയുന്ന 113 ബസ്സുകൾ ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോവാണ്. ആരോടാ പറയുന്നത്? ഇതാണ് പ്രായോഗിക പരിജ്ഞാനമില്ലാത്ത ആളുകളെ വിളിച്ച് ഒരു സ്ഥാനത്ത് കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക. എന്തുകൊണ്ട് VV രാജേഷിന് ഇത്തരം പൊട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു? പുള്ളി ബേസിക്കലി അങ്ങനെ ആയതുകൊണ്ടല്ല, അദ്ദേഹം പഠിച്ചു വന്ന രാഷ്ട്രീയം അത് ഒന്ന് വേറെയാണ്. അപ്പോൾ ബേസിക്കലി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ തീരുമാനം എടുക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായോഗിക പരിജ്ഞാനമില്ല. പുള്ളി ഒരു നഗരസഭയുടെ മേയർ ആയി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ വിചാരം പുള്ളി ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്നാണ് പുള്ളി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അത് തെറ്റായ ധാരണയാണ്. ഇവിടെ ഒരു നഗരസഭ എങ്ങനെ പ്രവർത്തിക്കണം, അതിന് സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെ വേണം മുന്നോട്ട് പോകേണ്ടത് എന്ന് ആലോചിച്ച് കണ്ട് തീരുമാനം എടുക്കുകയല്ലേ യഥാർത്ഥത്തിൽ ഒരു നഗരസഭ മേയർ ചെയ്യേണ്ട കാര്യം? അല്ലെ, ഒരു കോർപ്പറേഷൻ മേയർ ചെയ്യേണ്ട കാര്യം അതാണ്. ഈ ഇതിന് മേലെ ഇരിക്കുന്ന വേറൊരു മന്ത്രിയുണ്ട് നമുക്ക്, MP രാജേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാ. അത് ഒരു മന്ത്രിയുടെ ഒരു വകുപ്പിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു വകുപ്പിൽപ്പെട്ട ഒരു പിന്നെ ഉദ്യോഗസ്ഥൻ മാത്രമാണ് പുള്ളി. അല്ല, ജനാധിപത്യ ക്രമം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേയർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ മേലെ അല്ല. അത് KSRTCയുടെ പിന്നെ ഇതാണെങ്കിൽ പോലും. ഇനി നാളെ ഒരു സാഹചര്യത്തിൽ ഈ ബസ്സിന്
പെർമിറ്റ് വേണം. എവിടെ ചെല്ലും? ആരൊക്കെ ചെല്ലും? അതിന് ഗണേഷ് കുമാർ വിചാരിക്കണം പെർമിറ്റ്, ഓടാനുള്ള പെർമിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അല്ലേ? അത് പിന്നെ അത് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാ, പുള്ളി വിചാരിക്കണം ഇവിടെ പെർമിറ്റ് കൊടുക്കണോ വേണ്ട എന്നുള്ള കാര്യം. ഇങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ, ഇതൊന്നും തിരിച്ചറിയാതെ, രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മറ്റുള്ളവരെ എതിർക്കാനും എന്തൊക്കെയോ ഞങ്ങൾ ഇവിടെ കാര്യസാധ്യം ഉണ്ടാക്കിയെടുക്കുമെന്നൊക്കെ ചിന്തിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും രാഷ്ട്രീയം എന്ന് കരുതുന്നവരാണ് ഈ സംഘം. അധികാരത്തിലെത്തി എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുക. അല്ലാതെ ഇവിടെ കാര്യമൊന്നുമില്ല, ഒരു കഴമ്പും ഇല്ല ഇതിനകത്തൊന്നും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പ്രായോഗിക പരിജ്ഞാനം ബേസിക് ആയിട്ട് ഉണ്ടാവണം. ഇത് എങ്ങനെയാണ് ഈ ഒരു കോർപ്പറേഷൻ സംവിധാനം പ്രവർത്തിക്കേണ്ടത്? എന്തെങ്കിലും വിടുവായത്തം വിളിച്ച് പറയുന്നത് കൊണ്ട് കോർപ്പറേഷൻ എന്തെങ്കിലും ഒരു ബോധ്യവും ഇല്ലാതെ 10 അഴിമതി കഥ വിളിച്ച് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ആ ഒരു അഴിമതി ഉണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെതിരായ ഒരു വിജിലൻസ് കേസ് കൊടുക്കാത്തത്? ആര്യ രാജേന്ദ്രൻ അഴിമതി നടത്തിയിട്ടുണ്ട്. ആര്യ രാജേന്ദ്രൻ അഴിമതി നടത്തിയെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യണം, പരാതി കൊടുക്കണം. പരാതി കൊടുത്തില്ലെങ്കിൽ സർക്കാർ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല, അതിനെ മേലെ കോടതി ഉണ്ടെന്നേ. കോടതി പോകണം. കോടതി പോയി ഫൈറ്റ് ചെയ്തുകൊണ്ട് അന്വേഷണത്തിനുള്ള ഉത്തരവ് നേടിയെടുക്കുകയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ചെയ്യേണ്ടത്. അതിനുള്ള ബോധമൊന്നുമില്ല. അതേ ഒരു അഭിഭാഷകൻ കൂടിയാണ് ഈ അഡ്വക്കേറ്റ് വി രാജേഷ്. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള നിയമ നടപടിക്രമങ്ങളെ കുറിച്ച് അജ്ഞനാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പണ്ട് ഇതുപോലെ വി രാജേഷും വി മുരളീധരനും കൂടി വി മുരളീധരൻ നടത്തിയ ഒരു പ്രസ് മീറ്റ് നടത്തിയല്ല, മാധ്യമ സമ്മേളനത്തിനിടയ്ക്ക് വി മുരളീധരൻ പെട്രോൾ വില കൂടുന്നത് എങ്ങനെയാന്ന് വിശദീകരിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് പെട്രോൾ വില? അപ്പൊ ചോദിച്ചാൽ ആഭ്യന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നുണ്ടല്ലോ, എന്നിട്ട് ഇവിടെ എന്താ കൂടുന്നത്? അപ്പൊ കുറയുന്നതിന്റെ ഒരു അംശം ഇവിടെ കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിചിത്രമായ ഒരു പിന്നെ ധനതത്വശാസ്ത്രം മലയാളിക്ക് പറഞ്ഞു തന്ന ഒരാളാണ് നമ്മുടെ വി മുരളീധരൻ. ആ വി മുരളീധരന്റെ അടുത്ത് പൊട്ടനാട്ടം കാണുന്ന പോലെ നിന്ന ഒരാളാണ് ഈ വി രാജേഷ്. അപ്പൊ ഈ പറയുന്ന കാര്യം സ്വന്തം തലമുതിർന്ന ഒരു സഹമന്ത്രി പറയുന്ന കാര്യം പോലും കേട്ടിട്ട് മനസ്സിലാകാത്ത ഒരാളാണ് ഈ വി രാജേഷ്. അപ്പൊ അത്രയേ ഉള്ളൂ പുള്ളിയുടെ പ്രസക്തി. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞ് സംഭവിച്ച വി രാജേഷ് പുലിവാല് പിടിച്ചു. വി രാജേഷിന് ഇപ്പൊ പെട്ടെന്ന് മനസ്സിലായത് ഇദ്ദേഹം ഈ ഗണേഷ് കുമാർ ഈ കാര്യങ്ങൾ പറഞ്ഞു. പുള്ളിയുടെ വിചാരം എന്താണെന്നറിയോ? KSRTC നടക്കുന്ന പോലെയുള്ള സംവിധാനങ്ങൾ, ഇപ്പൊ ഡ്രൈവർ വേണം, അതിന്റെ മെക്കാനിക്കുകൾ വേണം, ഇത് പണിയാൻ സ്ഥലം വേണം, കൊണ്ടിടാൻ സ്ഥലം വേണം, ഇതിനൊക്കെ എന്ത് ചെയ്യും? പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പൊ KSRTC ആണ് ഇവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇതിനകത്തിൽ ജീവനക്കാർക്ക് അതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നോക്കുന്ന KSRTC ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് KSRTC. ആ വാഹനമൊക്കെ 1 ലക്ഷം കിലോമീറ്റർ മേളിലൊക്കെ ഓടിക്കഴിഞ്ഞു. എത്ര തവണ ടയർ മാറിയിട്ടുണ്ടോ ബസിന്റെ ഒക്കെ? അപ്പൊ ഇതിന്റെയൊക്കെ ചെലവാരാ വഹിച്ചേ? കോർപ്പറേഷനിൽ നിന്ന് പൈസ എടുത്തിട്ടാണോ മേടിച്ചത്? അങ്ങനെയാണെങ്കിൽ ഇന്ന ടയർ വാങ്ങിയ വകയിൽ ചിലവാക്കിയതിന്റെ ബജറ്റ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞുകൂടെ ഞങ്ങൾക്ക് ഇത്ര രൂപ തിരിച്ചു കിട്ടണമെന്ന്? അത് പറയുന്നില്ലേ എന്റെ മാന്യത? അല്ലാതെ ബസ്സിങ് 113 ബസ് തിരിച്ചു പിടിച്ചിട്ട് പ്രായോഗിക പരിജ്ഞാനം ഇല്ലെന്നേ. കാര്യം എങ്കിലല്ലേ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കണ്ടേ? ഈ ബസ് എങ്ങനെ ഓടിക്കണം, ആരാണ് നമുക്ക് റൂട്ട് പെർമിറ്റ് തരേണ്ടത്, എങ്ങനെ പിന്നെ എത്ര ജീവനക്കാരെ അതിനകത്ത് കൊണ്ടുവരണം, മെക്കാനിക്കുകൾ എത്ര പേര് വേണം, ഇത് എവിടെയാണ് ഇത് സർവീസ് ചെയ്യേണ്ടത്, ഈ തുടങ്ങി ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു നീക്കം നടത്തണമായിരുന്നു. അതും ഈ പറയുന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് വലിയവായി വിളിച്ചു പറയുകയല്ല ചെയ്യേണ്ടത്. KSRTC അല്ലെങ്കിൽ പറയുന്ന ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുണ്ട്, ആ മന്ത്രിയെ പോയി നേരിട്ട് കണ്ട് നിവേദനം കൊടുക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റുകൾ നിങ്ങൾ പാലിക്കുന്നില്ല, ആ പാലിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ബസ്സുകൾ തിരിച്ചെടുക്കുന്നു, ഞങ്ങൾക്ക് ഇന്ന സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഈ ബസ്സെല്ലാം കട്ടപ്പുറത്താവും. ഈ ബസ്സിന് ഗണേഷ് കുമാർ പറയുന്ന അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ബസ്സിന് നേരത്തെ ഒരു ഡ്രൈവിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ 30,000 ഒക്കെ കിട്ടുന്നുള്ള 30,000-40,000 വരെയൊക്കെ ആയിരുന്നു ഡ്രൈവിംഗ് റേഞ്ച് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു തവണ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് ഇവര് തന്നെ ഈ ഗണേഷ് കുമാർ തന്നെ അങ്ങോട്ട് സംസാരിക്കും. കാര്യം 1 കോടി രൂപ കൊടുത്ത് മേടിക്കുന്ന ബസ്സുകളാണ്. അത്രയും വില കൊടുത്ത് മേടിക്കുന്ന ബസ്സുകൾക്ക് 20,000 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ ചാർജ് തീരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പുള്ളി വീണ്ടും അങ്ങോട്ട് പോയി സംസാരിച്ചിട്ട് വീണ്ടും അതിന്റെ കിലോമീറ്റർ കൂട്ടുന്നതിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ സംസാരിച്ച് പിന്നെ 40% ചാർജ് മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ 75% അത് എത്തിച്ചു. ആ രീതിയിൽ അവരുമായിട്ട് ബഹളം ഉണ്ടാക്കി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സംവിധാനമാണ്. ഈ കേരളത്തിലെ ഒരു ട്രാൻസ്പോർട്ട് സംവിധാനം, ഗതാഗത വകുപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് ഒരു ഗതാഗത വകുപ്പിന്റെ ഉത്തരവാദിത്വം? ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കും നഗരപ്രദേശങ്ങളിലുള്ളവർക്കും കൃത്യമായ യാത്ര സാധ്യമാകുന്ന തരത്തിൽ ഇവിടുത്തെ ഗതാഗത സംവിധാനങ്ങളെ കൃത്യമായി വിന്യസിക്കുക എന്നുള്ളതാണ് ഗതാഗത വകുപ്പ് നടത്തേണ്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഇതുവരെ ഗ്രാമവണ്ടികൾ ഉൾപ്പെടെയുള്ള വണ്ടികൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ട് നമ്മുടെ KSRTC അല്ലെങ്കിൽ നമ്മുടെ ഗതാഗത വകുപ്പ് വളരെ കൃത്യമായി ഫലവത്തായി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. റോഡ് വഴി കിടക്കുന്ന ബസ്സുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ബസ്സുകളിൽ നിന്ന് ഇതിനു മുമ്പ് പിന്നെ നമുക്കറിയാവുന്ന പോലെ KSRTC ബസ്സിന് പെയിന്റ് അടിച്ച വകയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇവിടെ നിലവാരം കുറഞ്ഞ അന്ന് ബസ്സുകളൊക്കെ കാണണം, വെറുതെ ഒരു പെയിന്റ് ഒക്കെ മങ്ങിയ വണ്ടികൾ ഓടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു KSRTCയുടെ. എന്തുകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നിലവാരം കുറഞ്ഞ പെയിന്റുകൾ മേടിക്കും, എന്നിട്ട് കൂടിയ പെയിന്റ് ബസ്സിനടിക്കേണ്ട കൂടിയ പെയിന്റിന്റെ വില എഴുതിയെടുത്ത് അതിൽ കുംഭകോണം നടന്നിട്ടുള്ള വകുപ്പാണ് KSRTC. എന്നാൽ ഇന്ന് അതൊക്കെ മാറി.
ഇന്ന് അതെല്ലാം മാറി ഇന്ന് അത്യന്താധുനിക സംവിധാനങ്ങളോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഒരു കൂട്ടമായി KSRTC മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ മുൻപൊന്നും ഇല്ലാത്ത വിധത്തിൽ ലാഭകരമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പമ്പയിലും നിലയ്ക്കലും ഒക്കെ ആൾക്കാർക്ക് പിന്നെ ഇത് പൈസ കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ ഒരു ബസ് ഓടുന്നതും ഇവിടെ സാധാരണ സ്പെഷ്യൽ കാലഘട്ടങ്ങളിൽ ബസ് പൈസ കൂട്ടി ഓടും, തെറ്റില്ല അതിനകത്ത്. എന്ത് തെറ്റാ ഉള്ളത്? ഇത് കിട്ടേണ്ട എവിടേക്കാണ്? KSRTCയിലേക്കാണ് കിട്ടുന്നത്. അല്ല ഗണേഷ് കുമാറിന്റെ അക്കൗണ്ടിലേക്കോ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്കോ പോകുന്ന പൈസ അല്ല ഇത്. എന്നാലും ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഒട്ടും പ്രായോഗിക പരിജ്ഞാനമില്ലാതെ, ഒട്ടും മുന്നൊരുക്കങ്ങളില്ലാതെ, അല്ലെങ്കിൽ എന്താണ് ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പോംവഴി എന്നുള്ളത് തിരിച്ചറിയാതെ കാണിക്കുന്ന വെറും വിഫല ശ്രമങ്ങളാണ്. ഇതൊക്കെ ജനം മനസ്സിലാക്കുമെന്നേ. ഇങ്ങനെ ഒരു പൊട്ടനെയാണല്ലോ ദൈവമേ ഭരണം ഏൽപ്പിച്ചതെന്ന് ഓർത്തിട്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾ തന്നെ തിരിച്ച് പറയാനുള്ള കാലമൊന്നും അത് വിദൂരമൊന്നും അല്ല. ഒരാൾ വന്ന് തേഞ്ഞു, അടുത്ത ആളും വന്ന് തേഞ്ഞു, അത് മാത്രമേ ഉള്ളൂ. ഒരു കൗൺസിലർ വിചാരം പുള്ളിക്കാരി ഏതോ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെന്നും ഈ നഗരസഭയുടെ മേയറായിട്ടിരിക്കുന്ന ഒരാളുടെ വിചാരം തിരുവനന്തപുരം ഒരു വലിയ രാജ്യമാണെന്നും ഞാൻ ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ ഉള്ളൊരു ധാരണയാണ് ഇവർക്കൊക്കെ ഉള്ളത്. അതൊക്കെ ഈ പ്രായോഗിക പരിജ്ഞാനത്തിന്റെ കുറവാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കും എന്നുള്ളത്.